നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വാൽപ്പാറയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു. ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബുളാണ് മരിച്ചത്. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ വോട്ടെടുപ്പ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീയുടെ ബാഗ് മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിനികളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പൊള്ളാച്ചി സ്വദേശിനികളായ രാജേശ്വരി 30 വയസ്സ്, മാരി 26 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. വാൽപ്പാറയിൽ 4 വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു. ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബുളാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. വാൽപ്പാറയിൽ വീണ്ടും പുലി ആക്രമണം. 4 വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു. അസം സ്വദേശി റജബുൽ അലിയുടെ മകൻ സൈബുൾ 4 വയസ്സാണ് കൊല്ലപ്പെട്ടത്. അയ്യർപ്പാടി എസ്റ്റേറ്റിൽ JE ബംഗ്ലാവ് ഡിവിഷനിലാണ് സംഭവം. വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. കുട്ടിയുടെ മൃതദേഹം തേയിലത്തോട്ടത്തിൽ നിന്ന് കണ്ടെടുത്തു. 7 മണി മുതൽ കുട്ടിയെ കാണാനില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ തേയിലത്തോട്ടത്തിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പുലി തന്നെയാണ് ആക്രമിച്ചതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. അടുത്തുള്ള ആശുപത്രിയിലേക്ക് കുട്ടിയുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ വോട്ടെടുപ്പ്. ഇന്ന് വൈകുന്നേരമാണ് കൊട്ടിക്കലാശം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ 11-നാണ് തെരഞ്ഞെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്തെ ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് വൈകിട്ടാണ് കൊട്ടിക്കലാശം നടക്കുക. പ്രചാരണത്തിൽ പരമാവധി ആവേശം നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും. മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കട്ടപ്പനയിൽ ഇന്നലെ കൊട്ടിക്കലാശം നടത്തി. തെക്കൻ ജില്ലകളിൽ വിധിയെഴുത്ത് മറ്റന്നാളാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ 11-ാം തീയതിയാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13 ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലായാണ് രാഷ്ട്രീയ പാർട്ടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മീഡിയ ടൈം, കൊച്ചി. മാള ഹോളി ഗ്രേസ് അക്കാദമി 26ാമത് വാർഷികാഘോഷം നടന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയും കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവുമായ RS അനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സന്തോഷം. ബിഗ് ബോസിന് ശേഷം ഒരു സ്കൂൾ ആനുവൽ സെലിബ്രേഷന് പോകുന്ന ഫസ്റ്റ് ടൈമാണ് അത് ഈ ഒരു ഇയർ. എന്തായാലും 26 ആനിവേഴ്സറി നടക്കുന്ന ആനുവൽ ഡേ സെലിബ്രേഷൻ നടക്കുന്നത് വളരെ അടിപൊളി ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും സത്യം പറഞ്ഞാൽ ബ്ലെസ്സിങ്ങുള്ള സ്റ്റുഡൻസ് ആണ്. അത് എത്രയും വലിയ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നത് തന്നെ നിങ്ങളുടെ എല്ലാവരും ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. നന്നായിട്ട് പഠിക്കാം. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയം തോൽവിയല്ല കാര്യം, യുവർ ബെസ്റ്റാണ് കാര്യം. ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം മനസ്സിലാക്കിയ കാര്യമാണ് ജയിക്കുക തോൽക്കുക എന്നുള്ള കാര്യമാണ്. ചെയ്യുന്ന കാര്യം നന്നായിട്ട് ചെയ്യുക, നമുക്ക് തരുന്നത് നന്നായിട്ട് ചെയ്യാമെന്നാണ്. എന്തായാലും എന്ത് പെർഫോമൻസ് ആണെങ്കിൽ പോലും. സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ക്യാപ്റ്റൻ ആൻ ഗ്രേസ് KJ, സ്കൂൾ വൈസ് ക്യാപ്റ്റൻ ശ്രീപത് S, പ്രിൻസിപ്പൽ ഡോക്ടർ ലിവിയ PV, വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ്യ, PTA പ്രസിഡന്റ് പാർവതി രാംകുമാർ, കൾച്ചറൽ ക്യാപ്റ്റൻ നിഹാരിക V മേനോൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് സ്കൂളിലെ യുവ എഴുത്തുകാർ രചിച്ച പുസ്തകങ്ങളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യാതിഥി അനുമോൾ നിർവഹിച്ചു. KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീയുടെ 34,000 രൂപയടങ്ങിയ ബാഗ് മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിനികളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പൊള്ളാച്ചി സ്വദേശിനികളായ രാജേശ്വരി, മാരി എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാവിലെ കുട്ടനെല്ലൂരിൽ നിന്ന് കൊടകരയിലേക്ക് വരികയായിരുന്ന പുത്തൂർ പുത്തൻകാട് സ്വദേശിനിയുടെ ബാഗാണ് ഇവർ മോഷ്ടിച്ചത്. അറസ്റ്റിലായ രാജേശ്വരി കളമശ്ശേരി, അങ്കമാലി, തൃക്കാക്കര, കോതമംഗലം പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 4 മോഷണ കേസുകളിലും, മാരി ആലുവ, എറണാകുളം സെൻട്രൽ, തോപ്പുംപടി, കുറുപ്പുംപടി, എടത്തല പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 5 മോഷണ കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂരിൽ 18ഉം 16ഉം വയസ്സുള്ള 2 പേരെ ആക്രമിച്ച കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ.
കാര പുതിയ റോഡ് സ്വദേശികളായ മുല്ലപ്പത്ത് വീട്ടിൽ ശരത്ത്, മുല്ലപ്പറമ്പത്ത് വീട്ടിൽ നന്ദകുമാർ, എടവിലങ്ങ് കാര സ്വദേശി കിഴക്കേ വീട്ടിൽ ശരത്ത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ മറ്റൊരു പ്രതിയായ കാര പുതിയ റോഡ് സ്വദേശി കൊട്ടാരത്തിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നയാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SI-മാരായ സാലിം കെ, ബിജു, GSCPO ഷമീർ, CPO-മാരായ അബീഷ്, ജിനീഷ്, ജിഷ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ലത്തീൻ കത്തോലിക്ക സമുദായ ദിനാചരണത്തോടനുബന്ധിച്ച് കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ വികാരി ഫാദർ ഡൊമിനിക് പിൻഹീറോ പതാക ഉയർത്തി. KLCA യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് റാഫേൽ പള്ളിയിൽ, സെക്രട്ടറി സ്റ്റെല്ല ഫ്രാൻസിസ്, ജോൺസൺ മംഗലത്ത്, രൂപതാ സെക്രട്ടറി ജോൺസൺ വാളൂർ, ഷൈബി ജോസഫ്, മൈക്കിൾ പാനിക്കുളം, ഷാമോൻ കല്ലിങ്കൽ, സാലി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരനെ പുലി കടിച്ചു കൊന്നു. ആയിപ്പാടി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയുടെ മകൻ സൈബുളാണ് മരിച്ചത്. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ വോട്ടെടുപ്പ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്ത്രീയുടെ ബാഗ് മോഷ്ടിച്ച കേസിൽ തമിഴ്നാട് സ്വദേശിനികളെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പൊള്ളാച്ചി സ്വദേശിനികളായ രാജേശ്വരി 30 വയസ്സ്, മാരി 26 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.